ന്യൂമോണിയയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ശ്വാസകോശങ്ങളിലുണ്ടാകുന്ന അണുബാധയെയാണ് ന്യൂമോണിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്വാസകോശങ്ങളുടെ ഉള്ളറകളിലെ അഥവാ ആൽവിയോലകളിലെ നീർക്കെട്ട് അഥവാ പഴുപ്പ് അടിഞ്ഞുകൂടൽ എന്നിവയാണ് മറ്റു തരത്തിൽ പറഞ്ഞാൽ ന്യൂമോണിയ. നമ്മുടെ നാട്ടിൽ ന്യൂമോണിയ വിവിധ തരം ഉണ്ട്. അതിലൊന്ന് കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയയാണ്, മറ്റൊന്ന് ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയയാണ്. കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയ നാം പെരുമാറുന്ന ചുറ്റുപാടിൽ, നാം പെരുമാറുന്ന സമൂഹത്തിൽ നിന്നും വായു ശ്വസിക്കുന്ന മൂലം ശ്വാസകോശങ്ങളിലേക്ക് അണുക്കൾ എത്തി ഉണ്ടാക്കുന്ന അണുബാധയാണ്. എങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന ന്യൂമോണിയയാണ്. അത് നിദാനമായ അണുക്കൾ ആശുപത്രിയിൽ നിന്നും അത് ശരീരത്തിലേക്ക് എത്തിപ്പെട്ട് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നു. ന്യൂമോണിയ ഉണ്ടാക്കുന്ന അണുക്കൾ സാധാരണയായി ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ ആണ്. ഇതിൽ കൂടുതലും ബാക്ടീരിയൽ ന്യൂമോണിയ ആണ്. പല ഘട്ടങ്ങളിലും വൈറസ് അണുബാധ ഉണ്ടായതിനു ശേഷം അതിനുശേഷം ബാക്ടീരിയ അണു ശ്വാസകോശങ്ങളിൽ എത്തിപ്പെട്ട് ന്യൂമോണിയ ഉണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. ഇതിൽ ഫംഗസ് ന്യൂമോണിയ വളരെ അത്ര മറ്റു ന്യൂമോണിയകളെപ്പോലെ അത്ര സാധാരണമല്ല. എന്നാൽ ഫംഗസ് ന്യൂമോണിയ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലും അനിയന്ത്രിതമായ പ്രമേഹം ഉള്ള ആൾക്കാരിലും അതുപോലെ തന്നെ HIV അണുബാധ ഉള്ള ആൾക്കാരിലുമൊക്കെയാണ് ഫംഗസ് ന്യൂമോണിയ കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, മൈക്കോപ്ലാസ്മ എന്നീ അണുബാധകൾ മൂലമാണ്. പലപ്പോഴും TB രോഗബാധ മൂലം, അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അണുബാധ മൂലവും ന്യൂമോണിയ ഉണ്ടാകുന്നുണ്ട്. ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ കടുത്ത വിറയലോട് കൂടിയിട്ടുള്ള പനി, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, ചുമ, കഫം ഉള്ള തരത്തിലുള്ള ചുമയോ കഫമില്ലാത്ത തരത്തിലുള്ള ചുമയോ ഉണ്ടാകും, നെഞ്ചുവേദന എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ. കഫത്തിൻ്റെ നിറം മഞ്ഞ നിറമാകാം, അത് കഫത്തിൽ രക്തത്തിൻ്റെ അംശം കലർന്നിരിക്കാം. ന്യൂമോണിയ സാധാരണഗതിയിൽ ചെറിയ രീതിയിൽ വരികയാണെങ്കിൽ OP പോലെ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. അതേസമയം ന്യൂമോണിയുള്ള വ്യക്തികളിലെ രക്തസമ്മർദ്ദം കുറയുകയും അവരുടെ ശ്വസന നിരക്ക് കൂടുകയും ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കേണ്ടി വരും, സിവിയർ ന്യൂമോണിയ എന്നുള്ള രീതിയിൽ. കൃത്യസമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വിവിധ പരിശോധനകൾ നടത്തുകയും മൂലം നമുക്ക് ന്യൂമോണിയ കൃത്യമായി മനസ്സിലാക്കാൻ രക്തപരിശോധന, എക്സ്റേ, CT സ്കാൻ, അതുപോലെ തന്നെ കഫപരിശോധന, യൂറിൻ ടെസ്റ്റ് എന്നിവ മൂലമൊക്കെ ന്യൂമോണിയ കണ്ടെത്താനായിട്ട് കഴിയും. സാധാരണ നാം ചെയ്തു വരുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ഒരു ആൻറ്റിബയോട്ടിക് ഔഷധം തുടങ്ങുകയും പിന്നീട് പരിശോധന റിസൾട്ടുകൾ വന്നതിന് ശേഷം സ്ഥിരീകരിക്കപ്പെടുന്ന അണുക്കൾക്കനുസരിച്ച് ആൻറ്റിബയോട്ടിക്കുകളിൽ വ്യത്യാസം വരുത്തുകയുമാണ് ചെയ്തു വരുന്നത്. ന്യൂമോണിയ ലക്ഷണങ്ങൾ ഉള്ളവർ എന്തായാലും ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ നടത്തി അത് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ ഏത് പ്രായക്കാരിലും വരാം, കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിൽ പ്രത്യേകിച്ച് അനുബന്ധ രോഗമുള്ളവരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമൊക്കെ ന്യൂമോണിയ വന്നാൽ അത് ഗൗരവമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ സമയബന്ധമായി കുത്തിവയ്പ്പ് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ന്യൂമോണിയ തടയാനായിട്ട് കഴിയും. മുതിർന്നവരിൽ പ്രമേഹം കൃത്യമായി ചികിത്സിക്കുന്നത് വഴിയും മറ്റ് നടപടികൾ, അതായത് ആസ്മ, COPD, ബ്രോങ്കിക്ടാസിസ് തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരിൽ ന്യൂമോകോക്കൽ വാക്സിൻ വർഷാവർഷം എടുക്കുന്ന വഴി അവരിൽ ന്യൂമോണിയ സാധ്യത തടയാനായിട്ട് സാധിക്കും. എന്തായാലും ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ വളരെ സാധാരണമായി കണക്കാക്കാതെ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടർമാരെ കാണിച്ച് ന്യൂമോണിയ ആണോ എന്ന് മനസ്സിലാക്കി കൃത്യമായ ചികിത്സയ്ക്ക് വഴി നമുക്ക് ന്യൂമോണിയ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ന്യൂമോണിയ വഴിയുള്ള മരണനിരക്ക് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. എല്ലാവരും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറുടെ ഒരു സേവനം ഉറപ്പുവരുത്തി കൃത്യമായി ചികിത്സ ചെയ്യുന്നത് നന്നായിരിക്കും.